റിലേഷൻഷിപ്പിനെ പറ്റി സംസാരിക്കുമ്പോഴേ 3 തരത്തിലുള്ള അറ്റാച്ച്മെന്റ് സ്റ്റൈൽസ് ഉണ്ട്. അവോയ്ഡന്റ് അറ്റാച്ച്മെന്റ് സ്റ്റൈൽസ് എന്ന് പറയുന്ന സ്വഭാവമുള്ള ആൾക്കാർ അവരുടെ ജീവിതത്തിൽ അവർക്ക് ഏതോ ഒരു ഘട്ടത്തിൽ അവർക്ക് വളരെ സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള പെയിൻഫുൾ ആയിട്ടുള്ള സിറ്റുവേഷൻ കാരണം അവർ ഡെവലപ്പ് ചെയ്തെടുക്കുന്ന ഒരു ക്യാരക്ടർ ആണെന്ന് വെച്ചാൽ ബിഹേവിയർ ആണെന്ന് പ്രശ്നങ്ങൾ വരുമ്പോൾ അല്ലെങ്കിൽ ചോദ്യം ചെയ്യപ്പെടുമ്പോൾ തെറ്റുകൾ ചോദ്യം ചെയ്യപ്പെടുമ്പോൾ ആർഗ്യുമെന്റ്സ് ഉണ്ടാകുമ്പോൾ അതിൽ നിന്ന് ഇറങ്ങിപ്പോവുക, അത് ഒഴിവാക്കി പോവുക, പ്രോബ്ലംസ് അഡ്രസ് ചെയ്യാതെ ഇറങ്ങിപ്പോകുന്ന, ഇഗ്നോർ ചെയ്തു പോകുന്നത് ഇതൊരു ബിഹേവിയർ ആയിട്ട് ചില ആൾക്കാർക്ക് ഉണ്ടാവും. ഇത് ഇങ്ങനെയുള്ള ആൾക്കാർ റിലേഷൻഷിപ്പ് ഇഷ്യൂസ് ഉണ്ടാകുമ്പോൾ ഇഗ്നോർ ചെയ്തുകൊണ്ടിരിക്കും. അവർക്ക് ആ പ്രോബ്ലത്തിനോട് സംസാരിക്കാൻ താല്പര്യമുണ്ട്. അവരിങ്ങനെ ചോദിക്കും, എന്തിനാണ് ഇപ്പോൾ ആ പഴയ കാര്യങ്ങളൊക്കെ ഇപ്പോൾ കുത്തിപ്പൊക്കി കൊണ്ടുവരുന്നത്, അല്ലാതെ എന്തിനാണ് അവിടെ ഡിസ്കസ് ചെയ്യുന്നത്, അവോയ്ഡ് ചെയ്യുക. രണ്ടാമത്തെ വിഭാഗം എന്ന് പറയുന്നത് ആങ്ഷ്യസ് അറ്റാച്ച്മെന്റ് ഉള്ള ആൾക്കാരാണ്. ഇവർക്ക് എപ്പോഴും പ്രശ്നങ്ങളെ പറ്റി സംസാരിക്കണം. ഇവർ പ്രശ്നങ്ങൾ എന്ന് വെച്ചാൽ ഇവർക്കിത് പറഞ്ഞ് ക്ലിയർ ചെയ്ത് സംസാരിച്ച് ക്ലിയർ ചെയ്താലേ പറ്റുള്ളൂ. അതിന് കിട്ടില്ലേ, അല്ലെങ്കിൽ പലപ്പോഴും എന്താ വെച്ചാൽ എന്നെ സ്നേഹിക്കുന്നുണ്ടോ, എന്നെ ശരിക്കും സ്നേഹിക്കുന്നുണ്ടോ, ഇങ്ങനെയുള്ള കൺസേൺസും കാര്യങ്ങളും ആൻസൈറ്റി ഉണ്ട്. എന്നാൽ ഇതല്ല ശരിക്കും വേണ്ടത്. മൂന്നാമത്തെ പറയുന്നത് സെക്യൂർ അറ്റാച്ച്മെന്റ് സ്റ്റൈലാണ്. ഇത് രണ്ടും അല്ലാതെ. പക്ഷേ ഒരു സെക്യൂർ അറ്റാച്ച്മെന്റ് സ്റ്റൈലുള്ള ഒരാൾ ഒരു അവോയ്ഡന്റ് അറ്റാച്ച്മെന്റ് സ്റ്റൈലുള്ള ഒരാളുടെ കൂടെ ജീവിക്കാൻ തുടങ്ങിയാൽ അയാൾ ആങ്ഷ്യസ് അറ്റാച്ച്മെന്റ് സ്റ്റൈലുള്ള ആളായി പോകും. അതേപോലെ തന്നെ ഒരു സെക്യൂർ അറ്റാച്ച്മെന്റ് സ്റ്റൈലുള്ള ഒരാൾ ഒരു ആങ്ഷ്യസ് അറ്റാച്ച്മെന്റ് സ്റ്റൈലുള്ള ഒരാളുടെ കൂടെ ജീവിക്കാൻ തുടങ്ങിയാൽ അവോയ്ഡന്റ് അറ്റാച്ച്മെന്റ് സ്റ്റൈലുള്ള ഒരാളായിട്ട് മാറാൻ സാധ്യതയുണ്ട്. പലപ്പോഴും ഇതിനെ പ്രോപ്പറായിട്ട് അഡ്രസ്സ് ചെയ്ത് ഹീൽ ചെയ്ത് ക്ലിയർ ചെയ്താൽ മാത്രമേ ഇവർക്ക് എന്ത് ചെയ്യാൻ പറ്റൂ, നല്ലൊരു ലൈഫ് ക്രിയേറ്റ് ചെയ്തിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റൂ.